ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു, ചുമതലകൾ ഏറ്റെടുക്കുന്നത് ഗുരുതരമായ പ്രശ്നമാണ്, ഖിയാമത്ത് നാളിൽ അത് ഖേദമാണ്, ദുഃഖമാണ് എന്ന്. എന്നാൽ അതിന്റെ എതിരായ വേറെ രൂപവുമുണ്ട്. ചുമതലകൾ മറ്റുള്ളവർ ഏറ്റെടുത്താൽ അതാകെ കൊളമാക്കി കളയും. അത്തരം ഘട്ടത്തിൽ ചുമതലകൾ ഏറ്റെടുക്കാൻ വേണ്ടി മുന്നോട്ട് വന്ന് അത് ചോദിക്കണം എന്നാണ് വിശുദ്ധ ഖുർആൻ അത് സൂചിപ്പിക്കുന്നത്. മഹാനായ സയ്യിദുന യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം, യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമയത്ത് ഈജിപ്ത് ഭരിക്കുന്നത് അസീസ് രാജാവാണ്. അസീസ് രാജാവിനാണ് സ്വപ്നത്തിന്റെ വ്യാഖ്യാനമായിട്ട് നിർദ്ദേശം കിട്ടിയത്, 7 വർഷം കടുത്ത വരൾച്ച ഇവിടെ വരാൻ പോവുകയാണ് എന്ന്. 7 വർഷം കടുത്ത വരൾച്ച വരാൻ പോവുകയാണ് എന്ന് പറഞ്ഞപ്പോ രാജാവിന് ബേജാറായി. ഇനി 7 വർഷത്തേക്ക് കൊടുക്കാനുള്ള കാർഷിക വിഭവങ്ങൾ വേണ്ടേ? ഇവിടെ ഒരുമിച്ച് കൂട്ടിയ 7 വർഷം കൃഷി നടത്തിയിട്ട് ഒരുമിച്ച് കൂട്ടിയ കാർഷിക വിഭവങ്ങൾ ഇവിടെ ഉണ്ട്. പക്ഷേ വരാനിരിക്കുന്ന കടുത്ത ക്ഷാമവും വരൾച്ചയും അതിശക്തമായ പട്ടിണിയുമാണ് വരാൻ പോകുന്നത്. ഈ 7 ദിവസം കാർഷിക വിഭവങ്ങൾ റേഷനായി ജനങ്ങൾക്ക് സപ്ലൈ ചെയ്യണം. പേടിച്ചുപോയി രാജാവ്. ആ സമയത്ത് സയ്യിദുന യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം മുന്നോട്ട് വരികയാണ്. എന്നിട്ട് പറയുന്നു, ഇജ്അൽനി അലാ ഖസാഇനിൽ അർദ്, ഭൂമിയുടെ ഖജനാവ് നിങ്ങൾ എന്നെ ഏൽപ്പിക്കി, എന്നെ ട്രഷറർ ആയിക്കോളി. അവർക്ക് എന്നെ ട്രഷറർ ആയിക്കോളി. ഇന്നി ഹഫീദുൻ അലീം, ഇന്നി ഹഫീദുൻ, ഞാൻ കണക്കറിയുന്ന അക്കൗണ്ടന്റ് ആണ്. അലീമുൻ, ബഹുഭാഷാ അടിസ്ഥാനത്തിൽ സംസാരിക്കാനും അറിയുന്ന ആളുകളാണ്. ഓരോരുത്തർക്കും എങ്ങനെ റേഷൻ കൊടുത്ത് ഇത് 7 കൊല്ലം കവർ ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ളത് എനിക്കറിയാം. പല ദിക്കുകളിൽ നിന്ന് ആളുകൾ വരുമ്പോൾ അവരോട് കമ്മ്യൂണിക്കേഷൻ നടത്താനും എനിക്കറിയാം. ഇന്നി ഹഫീദുൻ അലീം. ഈ ആയത്ത് ഉദ്ധരിച്ചിട്ട് നമ്മുടെ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുകയാണ്, ചുമതലകൾ അനർഹരുടെ കയ്യിൽപ്പെട്ട് അതാകെ കൊളമാകുന്ന അവസ്ഥ വന്നാൽ അത് ഭംഗി പോലെ നിർവഹിക്കാൻ കഴിയുന്ന ആളുകൾ മുന്നോട്ട് വന്നിട്ട് അത് ചോദിക്കണം. അതാ, നിങ്ങൾ എന്നെ ഇതിന്റെ തലപ്പത്ത് വെക്കി, ഞാനത് ഭംഗിയിൽ കൈകാര്യം ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ചോദിക്കണം. ചില സമയത്ത് അങ്ങനെ ചോദിക്കൽ നിർബന്ധമാണ് എന്ന് വരെ ഫുഖഹാഉം പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെയും ഇൽമിനാണ് മഹത്വം. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം